എനിക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരിക. നിത്യത തന്നിൽ ഞാനെത്തും, തൻ്റെ സുസ്ഥ്യപാദം ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും, തൻ്റെ സുസ്ഥ്യപാദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയിലാനന്ദ കണ്ണു നിർവീട്ടും ഞാനെന്നും സ്തുതിക്കും എൻ പരമേ തിരുമനസുധനെ. ആനന്ദഗാനങ്ങൾ പാടി സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും. നമുക്ക് നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് തുച്ഛവാത്സല്യ ഭവനത്തിലെ പ്രിയ മാതാവ് വേർവിട്ട് പോയതിൻ്റെ 1-ാം വർഷം പ്രിയപ്പെട്ട മാതാവിൻ്റെ ധന്യമായ ജീവിതത്തെ സ്മരിക്കുവാനും പ്രിയ മാതാവ് ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതിനെക്കുറിച്ച് കേൾക്കുവാനും ഒക്കെ നമുക്കിടയായി ഓർത്ത് സ്തുതിക്കും. പ്രിയമിച്ചതായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടുന്ന് ചേർക്കപ്പെട്ടതോർത്ത് ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വാത്സല്യ മാതാവ് നമുക്ക് നൽകിയതായ നല്ല മാതൃകകൾ അത് പിൻപറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും പ്രിയ മാതാവിനെ അവിടത്തോളം ചെന്ന് നമുക്ക് മുഖാമുഖമായി കാണാമെന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ജീവിക്കുവാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നതോർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യും. ഈ വാത്സല്യ ഭവനത്തെയും പ്രിയപ്പെട്ട മക്കളെയും കൊച്ചുമക്കളെയും എല്ലാ സഹോദര കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യവും നമുക്ക് ഏറ്റവും അനുഗ്രഹമായി പ്രത്യാശയുള്ളതാക്കുന്നതായി തീരുവാൻ കൊണ്ട് സഹായിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഉച്ചത്തിൽ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കും. ഞങ്ങളെ ആളുകൂടെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ പൊന്നിലാവേ, ഈ പരിശുദ്ധ ദിവസത്തിലെ സന്ധ്യാ സമയത്ത് കർത്താവ് ഈ ഭവനത്തിൽ വരുവാനും അല്പസമയത്തിന്റെ വേർപ്പായ ഒരു അവസരം തന്നെ ആയിക്കോട്ടെ കർത്താവേ. ഞങ്ങൾ നിന്ന് തന്നെ ദൈവം ഞങ്ങളെ നിർത്തിയായിക്കോട്ടെ കർത്താവേ. പല ഭവനത്തിലായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ തന്നെ ഭാഗ്യത്തിനായിക്കോട്ടെ കർത്താവേ. അപ്പോൾ ഞങ്ങളെ തള്ളല്ലേ, അപ്പോൾ ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ. നീ ഞങ്ങളെ മറക്കുന്ന ദൈവമല്ല, ഞങ്ങളെ ഓർക്കുന്ന ദൈവമാണ്. ഞങ്ങളെ കരുതുന്ന ദൈവത്തിന് നന്ദിയോട് കർത്താവേ. വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഉപദേശന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വന്നിരിക്കുന്ന ജനങ്ങളെ എല്ലാവരും ഞങ്ങളുടെ പുരസ്കാരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. പല ഭവനത്തിലായിരുന്നു ഞങ്ങൾ അല്പസമയം വേറിട്ടാൽ അതിപ്പന അവസരം തന്നെ ആയിക്കോട്ടെ കർത്താവേ. ഈ ഭവനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പല മാമയുടെ ധന്യമായ ജീവിതത്തെ ഓർക്കുവാനും അതയർക്കാനും ഒരു അവസരം തന്നെ ആയിക്കോട്ടെ കർത്താവേ. നല്ല മാതൃകയുടെ ഒരു ജീവിതം നയിപ്പാടുന്ന ആയിക്കോട്ടെ കർത്താവേ. താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് ചേർക്കപ്പെട്ടിരുന്ന കർത്താവേ. ദൈവമേ, ഞങ്ങൾക്കും വീണ്ടും കാണാവുന്ന ഒരു പ്രത്യാശയോടെ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് നയിപ്പാട് കൃപ ഞാൻ കോരുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ ഒരു അവസരം തരുന്നതിനാ ആയിക്കോട്ടെ കർത്താവേ. ദാനുവാനികളെ മാറ്റുന്ന കുഞ്ഞുങ്ങളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ കൊച്ചുമക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥന കർത്താവേ. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ വിസ്താരമുള്ള ചിറകൾ വഹിച്ചിടും കർത്താവേ. കർത്താവെ, അല്പസമയം ഞങ്ങൾ കാണിരിക്കട്ടെ കർത്താവേ. വചനം സംസാരിക്കുന്ന അച്ഛനെ കരങ്ങളിലേക്ക് കർത്താവേ. ഏതാത്മാവിലേക്ക് അതേ ആത്മാവിൽ സംസാരിച്ച് ഞങ്ങളുടെ ഉള്ളിൽ വചനം ക്രിയയിൽ വളർന്നു വരുന്നതിനായി
തന്നതിനായി സ്തോത്രം കർത്താവേ. അല്പസാവകാശം തന്നതിനായി സ്തോത്രം. പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമായി തരുന്നതിനായി സ്തോത്രം. ചോദിച്ചു നിനക്ക് നന്മകളെ കൊണ്ട് വിളിക്കണമെന്ന് യേശുവിന്റെ നാമത്തെ ആശീർവദിക്കണമേ. പ്രൊഡക്ഷൻ എനിക്ക് അനുസരിച്ചുകൊണ്ട് വാക്ക് സംസാരിക്കാം. ഒരു പ്രത്യാശയുടെ സന്ദേശം ഇങ്ങനെ വാക്കുകൾ. സ്നേഹബഹുമാനപ്പെട്ട അച്ഛൻ, സഹോദരിയെ ലഭിച്ചവൻ്റെയും ചേച്ചിയുടെയും മക്കളും മരുമക്കളും സഹോദരങ്ങളും സഹോദരനായിട്ടുള്ള പൊന്നമ്മയെയും തിരുച്ചാനെയൊക്കെ ഒത്തിരി സ്നേഹിച്ച് ഇവിടെ വന്ന് ഈ ഒരു വർഷം പൂർത്തിയാകുന്ന എന്നിവിടെ വന്ന് അനുസ്മരിച്ച് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവരെയും ഒരു നിമിഷം ഞാനും സ്നേഹത്തോടെ ഓർക്കുന്ന ലഭിച്ചാനെയും പെണ്ണുമേൽ അവരെ രണ്ടല്ല ഒന്നായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇത് വരുമ്പോൾ അവർ ഒന്നായിട്ടാണ് അവളെ വിളിക്കും പെണ്ണുമേലേക്കും ശ്രമിച്ചിട്ടുണ്ട്. ഗ്ലാസ് വെള്ളം കൊടുക്കുക, ഈ ചായ എടുക്കുക. 21 വർഷമായി എനിക്ക് ഈ വേദിച്ചായനെയും പെണ്ണുമ്മ ചേച്ചിയെയും അറിയാമായിരുന്നു. എന്നിവിടെ വന്ന കാലത്തൊക്കെ വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ ആവശ്യങ്ങൾ, ഞാനൊരു വാടക വീട്ടിൽ വന്ന് താമസിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്ന കാലത്ത് അന്ന് നേപ്പുറത്തെ തോമാച്ചനും ജിജിയും എല്ലാം എന്നെ ഈ ബേബിച്ചാനെ പരിചയപ്പെടുത്തുകയും വീട്ടിലവിടെ കൊണ്ടുവരികയും അങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവരികയും അങ്ങനെ ഒരു 6-7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിളിച്ചത് സ്ഥാനം അന്വേഷിച്ചത്. സ്നേഹത്തോടുകൂടി അത് വിലയിലല്ല, മറിച്ച് ഇത് അച്ഛന് തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി ഈ സ്ഥലം അച്ഛന് കൊടുക്കാൻ തീരുമാനിക്കട്ടെ. അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടാണ് നിങ്ങൾ ഈ വീടിൻ്റെ തൊട്ട് താഴെ കാണുന്ന ധ്യാനകേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെ തൊട്ട് അടുത്ത് കാണുന്ന വൈദിക മന്ദിരം പണിയാനായിട്ടൊക്കെ സാഹചര്യം ഒരുക്കിയത്. എൻ്റെ നേട്ടമല്ല, അത് ഞാൻ പറയും എരിച്ചാൻ്റെയും മേലെയും അവതരണം ഒരു കച്ചവടമല്ല, മറിച്ച് ഒരു സ്നേഹത്തോടുകൂടിയുള്ള എന്നെ ഉൾക്കൊള്ളുന്ന ഒരു മനസ്സോടുകൂടി എന്നെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സഭയെയും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമായിട്ടാണ് ഈ മാതാപിതാക്കളെ അന്ന് ഞാൻ കണ്ടത്. ആ മക്കൾ ശിവവും ഈ സഹോദരങ്ങളെല്ലാം തന്നെ വളരെ ഭവ്യതയോടുകൂടി സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടിയാണ് അന്നെല്ലാം ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളതെല്ലാം. ഞാൻ ഇവരെ ഇവരുടെ ആധാരം എടുക്കുമ്പോൾ ഇവിടെ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും ശിവുവിൻ്റെയും 4 മക്കളുടെയും എല്ലാം ഫോട്ടോയോടെ അതിനകത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. മേടിച്ച് എൻ്റെയും അല്ലെങ്കിൽ മേടിച്ച് ഞാൻ അത് അവരുടെ ഫോട്ടോ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ആധാരം എടുക്കുമ്പോഴൊക്കെ. ഈ ഭവനത്തിൽ വന്നപ്പോഴെല്ലാം പല പ്രാവശ്യം ഞാൻ ഈ കാര്യത്തിനും അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടുകൂടി ഇവിടെ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഒരു ചേച്ചിയെ പോലെ മൂത്ത സഹോദരനെ പോലെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് കാര്യങ്ങളും എനിക്ക് നേരിടുന്ന എന്ത് പ്രതിസന്ധികളുടെ പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു ആരോഗ്യം തരുന്നവനും സ്നേഹമുള്ളവനുമായിട്ട് ആണ്. ദേവാലയത്തിലെ പെരുന്തിരുന്നാളിനൊക്കെ എന്നെ വിളിക്കുമായിരുന്നു, ഞാൻ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഈ കുടുംബത്തോട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്നവിടെ ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 63 പേര് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ധ്യാനത്തിൽ 6 മണിക്കൂറിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടത് ഞാനായിരുന്നു. എന്നിട്ട് അല്പം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഓടി വന്നതാണ്. എന്നോടൊപ്പം എൻ്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ട് 2 ദിവസമേ ആയുള്ളൂ. എന്നാലും ഇതൊന്നും ഒരു തടസ്സമല്ല. സ്നേഹിക്കുന്ന സ്നേഹത്തിന് പ്രതിസ്നേഹം കാണിക്കണം. സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്നോടൊപ്പമുള്ള അച്ഛന്മാരെയും അവിടെ നല്ല തിരക്കും ശുശ്രൂഷയും ഉണ്ട്, സമയമുണ്ട്, അതിനകത്ത് പാരാനായിട്ട് സാധിച്ചത്. എല്ലാ വിളിച്ച മക്കൾക്കും എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഈ ദിവ്യകാരുണ്യ ഹരിഭവനത്തിൻ്റെ അഥവാ എമ്മാവൂസ് ധ്യാന കേന്ദ്രത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും ഈ കുടുംബത്തിലെ കുടുംബവും എല്ലാം അനുഗ്രഹീതരമാകട്ടെ എന്ന് അച്ഛൻ്റെ ഞങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടിയാണ് ഈ കുടുംബത്തോടും ഈ ദേവാലയത്തോടും ഈ ഇടവകക്കാരോടുമൊക്കെ ഞങ്ങൾക്ക് ഉള്ളത്. നിങ്ങൾ ഞങ്ങളെ ഉൾക്കൊണ്ടവരാണ്.
അതുകൊണ്ട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും എന്നും ആ കൂട്ടായ്മ ഈ ദേശത്ത് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. നിത്യജീവന് അവകാശമായ ശുദ്ധീകരണം കർത്താവ് തന്നെ നൽകട്ടെ. തൻ്റെ തിരുശരീരം ഉൾക്കൊണ്ട് വചനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഈ ദേശത്തെ ഒരു ജീവനുള്ള ദേശമാക്കി മാറ്റാനായിട്ട് അധ്വാനിച്ച ഇരുവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി. പോകും സമയമായതുകൊണ്ട് ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരശ്വരായി സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനോട് അച്ഛന്മാരോടെല്ലാം നന്ദി അറിയിക്കുന്ന ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. സാന്നിധ്യത്തിന് പങ്കാളിക്കുന്നതാണ്. ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ് പാടാൻ തുടങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡി ജോൺ സാർ സന്നിഹിതനാണ്. സാറ് ദൈവദിനത്തിൽ നിന്ന് ശ്രീചന്ദ്രയിൽ നിന്നോട് പങ്കുവെക്കാം. തിരുക്കരത്താഹിച്ചു എന്നെ തിരുവിധം പോ നടത്തണമേ കളിമണ്ണു അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു അനുദിനം നീ പണിയണമേ വചനോ ധ്യാനിക്കുമ്പോൾ ഹൃദയം ആശ്വസിക്കും. വചനം ധ്യാനിക്കുമ്പോൾ ഹൃദയം ആശ്വസിക്കും. താഴ്വരയിൽ ദീപമതായി മൊഴികൾ താഴ്വരയിൽ ദീപമതായി മൊഴികൾ തിരുക്കരത്താവഹിച്ചു എന്നെ തിരുവിധം പോൽ നടത്തണമേ കുശവൻ കയ്യിൽ കളിമണ്ണു അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു അനുദിനം നീ പണിയണമേ. വിശ്വസ്തനായ ദൈവമേ, നല്ല ഓർമ്മകൾക്ക് മുൻപിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ വരുമ്പോൾ വചനമാണ് ഞങ്ങൾക്ക് ശക്തിയും മുൻപോട്ട് പോകാനുള്ള കൃപകളും പ്രത്യാശയും ദാനം ചെയ്യും. അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു. അവിടുത്തെ ആലോചനകൾ ഞങ്ങളെപ്പോഴും ശക്തിപ്പെടുത്തണം. അച്ഛനായി സ്തോത്രം, സഭാ ശുശ്രൂഷകനായി ഭാഗ്യസാനായി സ്തോത്രം. ഇവിടെ വന്നുപോയ വൈദികർക്കായി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ നേരത്തിന് മുൻപാകെ വിനയപ്പെടുത്തുന്നു. അവിടുത്തെ ആലോചനയും ശക്തിയും പുതുക്കവും ഞങ്ങളോടുകൂടി യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവനെ കേൾക്കണം പിതാവേ. ബഹുമാനമുള്ള ഷാഗിൻ ജോൺസൺ, ലാലിസാണ്, വർഗീസാണ്, പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഓർമ്മ സ്തോത്ര പ്രാർത്ഥനയിൽ ഞാനൊന്ന് സംബന്ധിക്കണം എന്ന് മാത്രമാണ് ഞാൻ കരുതിയത്. കാരണം
ഇന്ന് രാവിലെ മുതലുള്ള ആരാധനാ ശരീരത്തിൻ്റെ പഠിപ്പിക്കൽ കമ്മിറ്റി, ഇടവതലത്തിലുള്ള സീലസറ്റ് കൂട്ടായ്മ, ഇപ്പോൾ നീലമ്പാറ അവിടെ വെച്ച് നടക്കുന്ന ജില്ലാ കൺവെൻഷൻ്റെ കമ്മിറ്റി, ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു ഞാൻ എപ്പോഴും വന്നോളാം. സെന്നച്ചൻ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്തിച്ചേരാം. എൻ്റെ ശബ്ദം 5 വർഷം കേട്ടതാണ്. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് കേൾക്കാം. പ്രത്യേകിച്ച് 5 വർഷം ഈ വീടിന് സമീപത്താണല്ലോ മിഷൻ വീട് പാഴ്സലായി ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് പ്രിയ മാതാവിൻ്റെ മരണസമയത്തും ഓർപ്പിച്ച കാര്യമുണ്ട്. ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ അപ്പുറമായി ഒരു ആന്തരിക സൗന്ദര്യം സൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു ഈ കുടുംബത്തിലെ പ്രിയമച്ഛൻ. എന്താണ് ഒരു വ്യക്തിയുടെ ആന്തരിക സൗന്ദര്യം? പ്രധാനമായി ജീവിതത്തിൽ വചനം ഓർപ്പിക്കും പ്രകാരം അകത്തെ മനുഷ്യൻ വിനയമുള്ളതായിരിക്കുക എന്നുള്ളതാണ്. ഒരാളിൻ്റെ സ്പിരിച്വാലിറ്റി അളക്കുന്നത് അല്ലെങ്കിൽ ഒരാളിൻ്റെ ആത്മീയത അളക്കുന്നത് അകത്തെ മനുഷ്യന് വിനയമുണ്ടോ എന്നുള്ളതാണ്. അതാണ് ബാഹ്യ സൗന്ദര്യത്തെക്കാൾ തെളിഞ്ഞു വരുന്ന ആന്തരികമായ സൗന്ദര്യം. ഇന്ന് ലോകത്തിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമുക്കറിയാം, ഇന്നത്തെ ലോക ചുറ്റുപാടുകളെയൊക്കെ നോക്കിയാൽ വല്ലാത്തൊരു അഹന്തയുടെ അഹങ്കാരത്തിൻ്റെ വല്ലാത്തൊരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രധാനമായി അതുകൊണ്ട് ദൈവം മുൻപാകെ വിനയപ്പെടണമെന്നോ ജീവിതം പക്വമായ വിനയത്തോടെ നയിക്കണമെന്നോ ഉള്ള ചിന്ത ഇന്ന് ഒത്തിരി നഷ്ടപ്പെട്ടു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന ഒരു ചിന്ത, അത് ശരിയായിട്ടുള്ള രീതിയിലല്ലാതെ മുൻപോട്ട് പോകുന്ന ഒരു ലോകം. എന്നാൽ പ്രിയ മാതാവിനെ സംബന്ധിച്ച് വളരെ വിനയത്തോടെ 5 വർഷം ഇടപെട്ട ജീവിതം ഞാൻ ഓർക്കുകയാണ്. ഒരു വ്യക്തിയോട് എന്ത് സംസാരിക്കണം, അല്ലെങ്കിൽ ദൈവവേലക്കാരോട് എങ്ങനെ ഇടപെടണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ വളരെ പക്വതയോടെ നിർവഹിച്ച വ്യക്തിത്വം. പ്രത്യേകിച്ച് ഇവിടെ സീനസഖ്യത്തിൻ്റെ ബൈബിൾ ക്വിസിൻ്റെ സമയത്തും കാഴ്ചയൊക്കെ കുറവാണെങ്കിൽ പോലും അതും വചനമൊക്കെ വായിച്ച് വളരെ വ്യക്തതയോടെ എഴുതി ഏൽപ്പിക്കാൻ സന്മനസ് കാണിച്ച് മുമ്പോട്ട് പോയ ഒരാളത്വം. കർത്താവിൽ 1 വർഷത്തിന് മുമ്പ് നിദ്ര പ്രാപിച്ചു. ആ ധന്യമായ ജീവിതത്തിന് മുമ്പിൽ ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ
അമ്മച്ചി വളരെ വ്യക്തമായി വളരെ പക്വതയോടെ സംസാരിക്കും. അപ്പച്ചനും ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ പൊതുവെ അമ്മച്ചിയെ വളരെ ശാന്തമായി കൂളായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുമ്പോൾ ഇനി എന്താ നമുക്ക് മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ പ്രത്യാശ? നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം യേശു പറഞ്ഞു പഠിപ്പിച്ചതിങ്ങനെയാണ്: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. 28-ാമത്തെ വാക്യം: ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ദൈവപുത്രന്റെ ശബ്ദം കേട്ട് പുനരുത്ഥാനം നിർവഹിക്കും. അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ ശബ്ദം നമ്മൾ തിരിച്ചറിഞ്ഞവരായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു എങ്കിൽ മാത്രമേ നമ്മൾ അടക്കപ്പെട്ടു അല്ലെങ്കിൽ നിദ്ര പ്രാപിച്ചു കഴിഞ്ഞാൽ യേശു മടങ്ങി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ, മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണമാണ്. ദൈവരാജ്യം നമ്മിൽ ആരംഭിച്ചു അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ. അവൻ്റെ മടങ്ങി വരവെങ്കിൽ കല്ലറകളിൽ ഉള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുകയും ആ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യണം. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ദൈവശബ്ദം കേട്ട് ഈ ഭൂമുഖത്ത് വിനയത്തോടെ ജീവിക്കുക എന്നുള്ളത്. കർത്താവിൻ്റെ ശുശ്രൂഷയിലുടനീളം അതാണ് പഠിപ്പിച്ചത്. ഇന്നത്തെ സുവിശേഷ വേദ ഭാഗത്ത് ദൈവാലയത്തിൽ വായിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാൻ അടുത്ത സ്ഥലത്തും ദൈവവചനം പറയേണ്ടതായിട്ടുണ്ട്, ഞാൻ അടുത്ത സ്ഥലങ്ങളിലേക്കും പ്രസംഗിക്കാൻ പോകേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇന്ന് ദൈവശബ്ദത്തിന് വലിയ വില കൊടുക്കുന്നില്ല, ദൈവാലോചനയ്ക്ക് വില കൊടുക്കുന്നില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു അഹങ്കാരം വർദ്ധിക്കുന്നു. ദൈവവചനത്തെ പുറന്തള്ളുന്നു. ആർഭാടമുണ്ട്, വലിയ കോലാഹലങ്ങളുണ്ട്. പക്ഷേ ദൈവവചനത്തിന് പ്രാധാന്യം നൽകാതെ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ജീവിച്ചിരിക്കുന്ന സമയത്ത്. അവിടെ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് മുൻപിൽ എന്താ? നിശ്ചയമായും യേശുക്രിസ്തുവിൽ പ്രത്യാശയോടെ ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ച് നിദ്ര പ്രാപിച്ചവരൊക്കെ നിത്യജീവനായിട്ട് ഉയർത്തെഴുന്നേൽക്കും. കൊരിന്ത്യ ലേഖനത്തിലും വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്,
അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന്. മരിച്ചു കഴിഞ്ഞ ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ നന്മ കൊണ്ടുവരും എന്നല്ല വേദപുസ്തകം പറയുന്നത്. മരിച്ചു കഴിഞ്ഞ് നമ്മൾ ആരെയെങ്കിലും ചുമതലപ്പെടുത്തിയിട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് നന്മ കൊണ്ടുവരണം, എന്നെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളെപ്പോഴും അപേക്ഷിച്ചുകൊണ്ടേയിരിക്കണം എന്ന് ആരെയും പരമേൽപ്പിക്കുന്ന ദൈവവചനമില്ല. വ്യക്തമായ ദൈവവചനമാണ്. ഞാൻ പ്രയാമച്ചയുടെ കാര്യം ഓർത്തത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുകയും കണ്ണിന് കാഴ്ച മങ്ങിയ സമയത്തും ദൈവത്തിൻ്റെ ശബ്ദമെന്ത് എന്ന് അറിയുവാനായി അതിലടങ്ങിയിരിക്കുന്ന ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ടും ദൈവവചനം വാർദ്ധക്യകാലത്തും ധ്യാനിക്കുവാനും ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ടും ഇടയായി. വാർദ്ധക്യകാലത്തും ഫലം കായ്ച്ച് ജീവിതം മുൻപോട്ട് നയിക്കപ്പെടുവാനായിട്ടാണ് നമ്മളെ അനുഗ്രഹീതമായ തീരത്ത് ദൈവം തമ്പുരാൻ നമ്മെ ആക്കിയിരിക്കുന്നത്. വളരെ വ്യക്തമായി പുതിയ നിയമത്തിൻ്റെ ആശയങ്ങളെല്ലാം തന്നെ നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസത്തിൽ വളരുക, ദൈവവചനത്തെ മാനിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ടു ജീവിക്കുക. ഇന്നത്തെ ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ എന്തോ കോലാഹലങ്ങളൊക്കെ കാണിക്കുന്നത് ആത്മീയത എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് ഏകനായ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പ്രത്യാശയുണ്ട്. അങ്ങനെ ജീവിച്ചവരെ കുറിച്ച് നമുക്ക് പ്രത്യാശയുണ്ട്. അങ്ങനെ ജീവിച്ചവർ നിദ്ര പ്രാപിച്ചിരിക്കുമ്പോൾ അവരെക്കുറിച്ച് നമുക്ക് പ്രത്യാശയുണ്ട്. അവർ നിശ്ചയമായും ദൈവസന്നിധിയിൽ കാണപ്പെടും. അങ്ങനെ ജീവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ നിശ്ചയമായും ദൈവസന്നിധിയിൽ കാണപ്പെടും. അതുകൊണ്ടാണ് മരണ വീടുകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം, നമുക്ക് ഒരു ജീവിതയാത്ര നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ചിന്തയിൽ അറിയാം, ഒരു കുഷ്ഠരോഗി അവൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തി. തകർക്കപ്പെട്ട് കിടന്നവൻ, തള്ളപ്പെട്ട് കിടന്നവൻ, ആരുടെ മുൻപിലേക്ക് വരാൻ കഴിയാതിരുന്നവൻ, യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം, എനിക്ക് മനസ്സുണ്ട്. നമുക്ക് യേശുവിൻ്റെ സന്നിധിയിൽ ജീവിക്കാൻ മനസ്സുണ്ടോ? അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ മനസ്സുണ്ടോ? നിശ്ചയമായിട്ട് മരിച്ചു കഴിഞ്ഞ്
വേറെ പ്രാർത്ഥനകളൊന്നും മരിച്ചവർക്ക് വേണ്ടി നമുക്ക് നിർവഹിക്കേണ്ട കാര്യമില്ല. ഇന്ന് നമുക്ക് മനസ്സുണ്ടോ? അതാണ് ദൈവവചനം മാനിക്കുന്നത്. ദൈവവചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ എനിക്കിവിടെ വരുവാനും സഭയോട് ചേർന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ നല്ല ഓർമ്മയ്ക്ക് മുൻപിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞ 5 വർഷം ഈ പ്രദേശത്ത് പാർക്കുവാനും ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ വീട്, ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ, മക്കള്, കൊച്ചുമക്കള്, പ്രിയപ്പെട്ടവരെല്ലാം കാണിച്ച സ്നേഹവും അവരുടെ എല്ലാവിധമായ ശുശ്രൂഷകളും സ്നേഹവും എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നമ്മുടെ സഭയെ, ഈ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമുക്ക് വിനയത്തോടെ മുൻപോട്ട് പോകാം. അതാണ് ആത്മീയത. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയത്തോടെ ജീവിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കാണിച്ചു തന്നിട്ടുള്ള മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ടിടയാകട്ടെ. ഈ അവസരം നൽകിയ ബഹുമാനമുള്ള അച്ഛനോടും വി രാജസ്ഥാനോടും ഈ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്ന് അല്പനേരം വചനം പറയാവുന്ന പോലെ ഞാൻ ചിന്തിച്ചില്ല. ഇങ്ങനെ ഒന്ന് ഓർക്കുവാനും പൊതുവേദിയിൽ ഒന്ന് ഓർക്കുവാൻ പോലും സാഹചര്യം ലഭിക്കണമെന്ന് ഞാൻ ചിന്തിച്ചില്ല. കാര്യം വളരെ ലേറ്റായി വരികയുള്ളൂ എന്ന് ചിന്തിച്ചില്ല. പക്ഷേ ഈ സമയത്ത് വരുവാനും ഇപ്രകാരം അവസരം നൽകിയതിനും നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ദൈവം എല്ലാവരെയും ആശീർവദിക്കും. കൂടെ പാർക്കാൻ നേരം വൈകുന്നതാണ്. കേൾക്കണത്തിന് 2 സ്റ്റാൻസ് പാടി പ്രാർത്ഥിച്ച് സമർപ്പിക്കും. കൂടെ പാർക്കാം നിത്യസ്നേഹത്തിൻ്റെ പ്രബലമായ ദൈവമേ, അങ്ങയുടെ കരത്തിൻ്റെ കരങ്ങളിൽ ദയാവായ്പിൽ സ്നേഹ നിറവിൽ ഞങ്ങളെല്ലാവരെയും പുലർത്തുന്നു. മരണങ്ങളുടെ, രോഗദുഃഖ ദുരിതങ്ങളുടെ, അസ്ഥിരതകളുടെ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളെ നടത്തുന്ന ലോകഭാവി അവിടുത്തെ സന്നിധിയിൽ ഈ ഭവനത്തിൻ്റെ തണലിൽ ഇത്രയും വലിയൊരു സമൂഹത്തിന് ഒന്നിക്കുവാൻ ഇന്ന് തന്ന കൃപയ്ക്ക് ഞങ്ങൾ നന്ദി കരയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹഭാജനമായിരുന്ന ഈ കുടുംബത്തിന് മാത്രമല്ല, സഭയുടെ മാത്രമല്ല, നാടിൻ്റെ അമ്മയായി പരിലസിച്ച ബ്രഹ്മച്ചയുടെ ജീവിതത്തിനും സാക്ഷ്യത്തിനും സേവനത്തിനും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ വാമൊഴിയായി ഞങ്ങൾ കേട്ടതെല്ലാം ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്. കർത്താവ്, യേശുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ വഹിച്ച് നിന്റെ കരുണയുള്ള കണ്ണുകളുള്ളവരായി, സ്നേഹമുള്ളവരായി
നല്ല മനുഷ്യരായി, മറ്റുള്ളവർക്ക് തണലായി, അകലങ്ങളില്ലാത്തവരായി ജീവിക്കുവാൻ നിന്റെ മക്കളെ ഉപയോഗിച്ച സ്നേഹത്തിന് സ്തോത്രം ചെയ്യും. ഇവയുടെ പലർക്കും അത്താണിയായിരുന്നു, ആശ്രയകേന്ദ്രമായിരുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ നീ ഉപയോഗിച്ച സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവം ഞങ്ങളെ ഉപയോഗിക്കുമ്പോഴാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരായിരുന്നു. അവിടുത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ള നേട്ടങ്ങളല്ല, ഉള്ളതിനോടുള്ള കൂട്ടിച്ചേർക്കലല്ല, ഇല്ലാത്തതുണ്ടാക്കലല്ല, ഉള്ളതിനെ നഷ്ടപ്പെടുത്തലാണെന്ന് നമുക്കുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്ന ഭാവി. ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ താലന്തുകൾ, ഞങ്ങളുടെ സമയം, അധ്വാനമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുകൂടുകയും ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ അതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഞങ്ങൾ അറിയുന്നു. എബ്രഹാമിനെ വിളിച്ചതിനു വേണ്ടിയാണ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, ഈ ദേശത്തിനും അനുഗ്രഹമായിരിക്കും. ദേശാനും കുടുംബാമയും ഈ ദേശത്തിന് അനുഗ്രഹകാരികളായി ജീവിപ്പാൻ ഉടനെ അവരെ തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും ആക്കി വയ്ക്കുകയും ചെയ്ത സ്നേഹത്തിനായി സ്തോത്രം. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ 1ാം വാർഷിക ദിനത്തിൽ ഞങ്ങൾ ജീവിതത്തെ വളരെ ധന്യതയോടെ, ആദരവോടെ, സ്നേഹത്തോടെ, കൃതജ്ഞതാ മനസ്സോടുകൂടി ഓർക്കുന്നു. അവരെ ജീവിപ്പിച്ച സ്നേഹത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവരുടെ സാന്നിധ്യത്തിൽ ഈ കുടുംബം അവരെ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഉണ്മ നൽകിയ, അസ്തിത്വം നൽകിയ ഞങ്ങളുടെ മാതാവിനോടുള്ള സ്നേഹം ഈ പ്രാർത്ഥനയെ ഇവിടെ പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങൾ കേട്ടത്, ശ്രദ്ധിച്ചത്, ഗൃഹീതമാക്കിയതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കണം. ഈ കുടുംബത്തെ ഇവിടെ നിന്ന് മറക്കരുത്. മക്കളോട് കരുണയുണ്ടാകണം. തലമുറകൾക്ക് കർത്താവ് നൽകുന്ന ഉത്തരവാദിത്വം പൂർവ്വസൂരികളുടെ, പൂർവിക മാതാപിതാക്കളുടെ ലെഗസി, അവരുടെ പൈതൃകം ഏറ്റെടുക്കുകയും തലമുറകൾ കൈമാറുകയും ചെയ്യുന്നതാണ്. കർത്താവെ, അവരുടെ പൈതൃകം അവർ പ്രശസ്തരായിരുന്നുകൊണ്ടായിരുന്നില്ല, മറിച്ച് അവർ വിശ്വസ്തരായിരുന്നുകൊണ്ടാണ്. ഞങ്ങളും പ്രസിദ്ധരാകുവാനല്ല അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്, വിശ്വസ്തരാകാനാണ്. വിശ്വസ്തരായി ജീവിക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ, ഇന്ന് ഈ മനോഹരമായ പ്രാർത്ഥന സംഘടിപ്പിക്കാൻ ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി. അവരുടെ ജീവിതത്തിൻ്റെ ഈ സന്തോഷം ഞങ്ങളുമായി പങ്കുവെക്കാമെന്ന് അനുഗ്രഹത്തിന് നന്ദി. അമ്മച്ചയെ ഓർത്ത് കരയുവാനല്ല, വിലപിക്കുവാനും ദുഃഖിക്കുവാനുമല്ല, മറിച്ച് അവരുടെ ജീവിതത്തെ ഓർത്ത് അഭിമാനിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, അവരുടെ ജീവിതം ആഘോഷിക്കുവാൻ നീ അങ്ങോട്ട് മക്കളെ സഹായിക്കണമേ. ദൈവമുള്ള മാതാപിതാക്കളായിരുന്നു ഞങ്ങളുടേത്. ദൈവം അനുഗ്രഹിച്ചവരായിരുന്നു അവിടെ നിന്ന് ഓർത്ത് സന്തോഷിപ്പാൻ, അഭിമാനിക്കാൻ ഇടയാക്കണമേ. അവരിൽ നിന്ന് പകർന്നു കിട്ടിയ സുവിശേഷത്തിന് ദീപശിഖ അണയാതെ കിടയാതെ ഞങ്ങൾ സൂക്ഷിച്ച തലമുറകളിലേക്ക് പകർന്ന് ഈ നാട്ടിൽ ജ്യോതിസുകളെ പ്രകാശിപ്പാൻ സഹായിക്കുന്ന പ്രാർത്ഥന. ഞങ്ങളോട് സംസാരിച്ച ബഹുമാനപ്പെട്ട ഡി ജോൺ സാറിനെ അനുഗ്രഹിച്ചത്, പ്രത്യാശയുടെ വാക്കുകൾ ഞങ്ങളോട് ഉച്ചരിപ്പാൻ സാറിനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. തിരക്കേറിയ ഒരു പകൽക്കാലത്തിൻ്റെ ഒടുവിൽ ഈ ഭവനത്തോടുള്ള സ്നേഹം നിറച്ച ഹൃദയവുമായി ഇവിടെ വരുവാൻ, സംസാരിപ്പാൻ കഴിയുന്നു. സാറിൻ്റെ ശുശ്രൂഷകളെ കുടുംബാൻ അനുഗ്രഹിക്കുന്നത്, രാജൻ സാറിൻ്റെ ശുശ്രൂഷ എല്ലാം നയിക്കാൻ അനുഗ്രഹിച്ച സ്നേഹത്തിന് സ്തോത്രം. നന്ദി. വൈദികരെ നീ കൂട്ടിക്കൊണ്ടുവന്നു നല്ല അയൽക്കാരായി ജീവിക്കാൻ അവർക്ക് കൊടുത്ത് ലഭിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വർഗീസ് പ്രസാദിലൂടെ മെച്ചയുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഇതിലുകളൊക്കെ അറിയാൻ ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നിങ്ങൾ വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അവരുടെ കുടുംബങ്ങൾ, അവരുടെ ജോലി, ജീവിതം, സാക്ഷ്യങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങളെ സമാധാനത്തോടെ മുമ്പോട്ട് പുലർത്താൻ ഈ സമയം ഞങ്ങൾ വാർദ്ധക്യത്തിലുള്ളവരെ, ക്ഷീണിതരെ ഒക്കെ ഓർക്കുന്നു. ആശുപത്രികളിലും ആതുരാലയങ്ങളിലും പാലിയേറ്റീവ് കെയറുകളിലും കഴിയുന്നു. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകളിൽ വെന്റിലേറ്ററുകളൊക്കെ കഴിമർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ദയ, നിന്റെ കരുണ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളിൽ, സങ്കടങ്ങളിൽ, വാർദ്ധക്യത്തിൽ സമാധാനത്തോടെ പുലർത്തണം. രാത്രികൾ മുടക്കാത്തുളപ്പമിരിക്കുന്നത് നല്ല വിശ്രമവും സുഖമാനെതിരെ രാത്രി ഞങ്ങൾക്ക് തരണം. അവിടുത്തെ നിങ്ങൾ സ്തുതി പുകഴ്ചയുണ്ട് എന്ന് അനുഗ്രഹിക്കണം. ക്രിസ്തുവിശുവിന്റെ നിസ്തുലനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയോടെ കേൾക്കണം. സ്വർഗസ്നായ പിതാവേ, വിശ്വാസത്തിലേക്ക് വളർത്തുന്നതാണ് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണം. രക്ഷയിലേക്ക് കിടക്കാം, വിഷ്ണുക്കണം. രാജ്യം ശക്തിയും മഹത്വത്തിലേക്കുള്ളതാകുന്നു. ദൈവത്തിൻ്റെ കൃപയുള്ള കരുണയിലും കാവലും പ്രിയരെയും ഈ കുടുംബത്തെ നമ്മളെല്ലാവരെയും നമ്മുടെ ആവശ്യങ്ങളെയും ഭാവിയും പരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളെല്ലാവരുടെയും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കണേ, എനിക്ക് എല്ലാവരെയും സഭയിലെ കുടുംബാംഗങ്ങൾ, ദേവങ്കര സഭാ കുടുംബാംഗങ്ങൾ എല്ലാവരും